അപ്പോൾ എല്ലായ്പ്പോഴും അവനവനുവേണ്ടി ജീവിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ആ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ സ്വാർത്ഥത കൈവരുവാണ്. നമ്മളെ മനുഷ്യനായി വേർതിരിക്കുന്നത് വിവേകമാണ്. വിവേകം എന്ന് പറയുന്നത് എന്താണ്? മാനുഷികത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന ഗുണം എന്ന് പറയുന്നത് പരോപകാര പ്രവണതയാണ്. മറ്റുള്ളവനെ, അപരനെ ഞാനായി തന്നെ കാണുക, അവൻ്റെ വേദനയെ ഞാനായി തന്നെ ഉൾക്കൊള്ളുക. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരയണം. നീ നിന്റെ ആത്മസുഖത്തിന് വേണ്ടി ആചരിച്ചോളൂ, പക്ഷേ അത് അപരൻ്റെ കൂടി ഗുണത്തിനായി വരയണം. ഒരു ചെറുപീട ഇറുമ്പിനും വരുത്തരുതെന്ന് ആത്മകഥം ചൊല്ലിയാണ് നാരായണ ഗുരുദേവൻ. ചെറുപീട ഇറുമ്പിനും വരുത്തരുത്. അപ്പോൾ ഒരു ചെറിയ ഇറുമ്പിന് പോലും ഒരു പീഡ അനുഭവിക്കാതെ ജീവിക്കണം. പല ബുദ്ധമത തത്വങ്ങളിലും ജൈന തത്വങ്ങളിലും ഇതുണ്ട്. മറ്റൊന്നിൻ്റെ സുഖത്തിന് ഗ്ലാനി വരാതെ ജീവിക്കണം. അപ്പോൾ അത്രയും സൂക്ഷ്മമായി ജാഗ്രതയോടെ ജീവിക്കണം എന്നുള്ളതാണ്. നിനക്ക് മുന്നിലുള്ള ഈ ആയുസ് എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ച് വലിയ നീണ്ടതാണ്, ഒരുപാട് നീണ്ടു കിടക്കുന്നതാണ്, ഒരുപാട് വർഷങ്ങൾ തുടർന്നു പോകുന്നതാണ്. പക്ഷേ ആത്യന്തികമായൊരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ഒരുപക്ഷെ ഏതു നിമിഷവും അവസാനിച്ച് പോകാവുന്നതാണ്. നിന്റെ മുന്നിൽ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. അൺസർട്ടൈനിറ്റി എപ്പോഴും നിന്റെ മുന്നിൽ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഏതു നിമിഷവും നിന്റെ ജീവിതം അവസാനിക്കപ്പെടാം. അപ്പോൾ ഏതു നിമിഷവും ഇല്ലാതായി പോകുന്ന ഈ ജീവിതത്തിൽ ഇപ്പോൾ നീ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ ഒരു നല്ല മനുഷ്യനായിരിക്കേണ്ടത്. സ്നേഹത്തെ എന്താണെന്ന് തിരിച്ചറിയേണ്ടത്, നിന്റെ കൂടെയുള്ളവരെ നീ സ്നേഹിക്കേണ്ടത്.